നമ്മൾ ഇടുക്കിയിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ പോകുന്നു കൂത്തുപറമ്പിലേക്ക് പോകുന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ MLA KP മോഹനാണ്. കളരിയഭ്യാസങ്ങളുടെ തമ്പുരാനാണ് KP മോഹൻ. അപ്പോ ഇത്തവണ പൂഴിക്കടകനായിരുന്നു കഴിഞ്ഞ തവണ പ്രയോഗിച്ചത്. ഇത്തവണ എന്ത് കടകനാണ് എന്നുള്ളതാണ്. 87ാം റാങ്ക് 87th റാങ്ക് KP മോഹനെ സംബന്ധിച്ച് 64.1 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പക്ഷേ അത്ര മതിയോ എന്നുള്ള ചോദ്യമുണ്ട്. കാര്യം കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു തൊട്ടു മുമ്പത്തെ മന്ത്രിസഭയിൽ KP മോഹൻ. 45% വോട്ട് സമാഹരിച്ച് വിജയിച്ച ആളാണ് KP മോഹനൻ. KP മോഹന്റെ മാർക്ക് പ്രേക്ഷകർക്ക് കാണാം. ആ മാർക്ക് 64.1. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 10,000-ൽ താഴെയായിരുന്നു. 9,541 വോട്ടുകൾക്കാണ് കൂത്തുപറമ്പ് ഒരു സേഫ് മണ്ഡലമാണ്. അതിനെ തോൽപ്പിച്ചത്. വളരെ സേഫ് മണ്ഡലമാണ്. പ്രകടനം മോശമല്ലാത്ത പ്രകടനം എന്ന് പറയാം അല്ലേ? മോശമല്ലാത്ത പ്രകടനം. ഇത്തവണ മുസ്ലിം ലീഗ് മണ്ഡലം പിടിക്കാൻ വേണ്ടി കാര്യമായ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് MLAയുടെ റേറ്റിംഗ് താരതമ്യേന ഇത്തിരി പുറകിലാവുന്നത് എന്നുള്ളതൊരു മാത്രമല്ല പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഘടകമായി 100% തോൽപ്പിക്കാൻ വേണ്ടിയും ഈ MLAയുടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയും ചില ബിരുദന്മാർ മുന്നണിയിൽ നിൽക്കണോ അടുത്ത മുന്നണിയിലേക്ക് പോകണോ എന്നുള്ള ചർച്ച അവിടെ മുന്നണിക്കുള്ളിലും ഒരുപക്ഷെ MLAയോടും MLA നയിക്കുന്ന പാർട്ടിയോടുമുള്ള വിയോജിപ്പുകളൊക്കെ എല്ലാ മണ്ഡലത്തിലും ഇപ്പം കൽപ്പറ്റയിലടക്കം RJD-യുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനകത്ത് തന്നെ പലപ്പോഴും പലതരം അഭിപ്രായങ്ങൾ വരാറും കൂടിയുണ്ട്. മാത്രമല്ല ഈ MLAക്ക് കൂടുതൽ മാർക്ക് കൊടുത്താൽ ഈ MLA വീണ്ടും അവിടെ നിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഭയക്കുന്ന സ്വന്തം മുന്നണിയിലെ